തമിഴ് മണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുക്കുകയാണ്. കന്യാകുമാരി ജില്ലയിൽ ഇത്തവണ വൻ മുന്നേറ്റം ലക്ഷ്യമിടുകയാണ് ബി. 6 മണ്ഡലങ്ങളിലും വലിയ വിജയ പ്രതീക്ഷയിലാണ് NDA സഖ്യം. സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നും തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്നുമാണ് NDA നേതൃത്വം കണക്കുകൂട്ടുന്നത്. അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ മനോജ് ചേരുകയാണ്. മനോജ് കുറേ ദിവസമായി ഇവിടെ തമിഴകത്ത് തമ്പടിച്ചിരിക്കുകയാണ്. മനോജ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ട്രെൻഡ്? എത്രത്തോളം പ്രതീക്ഷയിലാണ് NDA? ഗുഡ് മോർണിംഗ് KP. തമിഴ്നാട്ടിലാകമാനം 234 മണ്ഡലങ്ങളിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതായത് മത്സരം എന്ന് പറയുമ്പോൾ സാധാരണ കേരളത്തിൽ 3 മുന്നണികളാണെങ്കിൽ ഇവിടെയും 3 മുന്നണികളാണ്. പക്ഷേ ഓരോ മുന്നണികളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ DMK സഖ്യത്തിനുള്ളിലുള്ളത് CPM-ഉം കോൺഗ്രസും ഒക്കെ ഒന്നായാണ്. അതോടൊപ്പം അവർക്കൊപ്പം തന്നെ SDPI പോലുള്ള മറ്റ് വർഗീയ സംഘടനകളടക്കം ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം TVK എന്ന് പറയുന്ന വിജയുടെ ഒരു രാഷ്ട്രീയ കക്ഷി ഇത്തവണ അത് ആരംഭിച്ച കക്ഷിയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ NDA സഖ്യം അത് ADMK-യുമായി ചേർന്നാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ അടിത്തറയുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ 5ഇടത്ത് താമര ചിഹ്നത്തിൽ ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ 4ഇടത്തും BJPയുടെ സ്ഥാനാർത്ഥികളാണ്. ഒരിടത്ത് മാത്രമാണ് ADMK മത്സരിക്കുന്നത്. അങ്ങനെ 6 മണ്ഡലങ്ങളിൽ കന്യാകുമാരി ജില്ലയിൽ മത്സരം നടക്കുമ്പോൾ അതിൽ 6ലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് NDA സഖ്യത്തിനുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റാലിൻ സർക്കാരിനെതിരെയുള്ള ഈ ഒരു ഭരണവിരുദ്ധ വികാരം അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അത് ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലാകമാനം തന്നെ പ്രതിഫലിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് NDA സഖ്യത്തിനുള്ളത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വൈദ്യുത ബില്ല് തുടങ്ങി അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ വലിയ തരത്തിൽ നികുതി ഈടാക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഈ വിലക്കയറ്റത്തിലോട്ട് തള്ളിവിട്ട ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല വാഗ്ദാനങ്ങളും അത് വാഗ്ദാനങ്ങളായി തന്നെ നിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അവസാന നിമിഷങ്ങളിലാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ അടക്കം ഈ ഉദ്ഘാടന മാമാങ്കങ്ങളിൽ, അതായത് കേരളത്തിലെ പോലെ തന്നെയാണ് തമിഴ്നാട്ടിലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പലതരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ ഈ സ്ഥാനവുമായി, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉദയനിധി സ്റ്റാലിന് നൽകി അതൊരു കുടുംബവാഴ്ചയുടെ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം അത് ജനങ്ങൾ തന്നെ ആ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഒരു കുടുംബവാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. അത്തരത്തിൽ DMK സർക്കാരിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. ഇനി ദിവസങ്ങൾ മാത്രമാണ്. അതായത് ഏപ്രിൽ 23-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 234 മണ്ഡലങ്ങളിലും ADMK NDA സഖ്യം മത്സരിക്കുന്നുണ്ട്. അതിൽ പലയിടത്തും ADMK സ്ഥാനാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതോടൊപ്പം BJP 27 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് DMK സഖ്യത്തിനോടൊപ്പം ചേർന്ന് 28 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. DMK കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ TVK ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത്തരത്തിലൊരു രാഷ്ട്രീയ കക്ഷി കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് BJP സ്ഥാനാർത്ഥികൾ പങ്കുവച്ചിരുന്നു. ഈ DMK സർക്കാരിനെ ആട്ടിപ്പായിക്കുമെന്നുള്ള കാര്യം അത് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥികൾ. മനോജ്, വിവരങ്ങൾ വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അങ്ങനെ അവിടെ തമിഴ്നാട്ടിൽ വലിയൊരു സ്റ്റാലിൻ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതെ, സ്റ്റാലിന്റെ ദുർഭരണത്തിനെതിരെ ഇത്തവണ NDA സഖ്യം വലിയ ഒരു പ്രഹരമേൽപ്പിക്കും, പ്രതിരോധം തീർക്കുമെന്നതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.